കാട്ടാനശല്യം കൊണ്ട് വീർപ്പുമുട്ടിയിരിക്കുകയാണ് ഒരു പ്രദേശം. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ വാളത്തോട് എടപ്പുഴ ഭാഗങ്ങളിലാണ് കാട്ടാനശല്യം കൊണ്ട് വളരെ ഭീതിയിലും ഭയപ്പാടിലും ഇവിടുത്തെ ജനങ്ങൾ കഴിഞ്ഞു പോകുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ നമ്മുടെ ഇവിടെയുള്ള സെൻറ് ജോസഫ് പള്ളിയുമായി ചുറ്റും കാട്ടാനകൾ 6ഓളം കാട്ടാനകളാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള കൃഷിയെല്ലാം നശിപ്പിച്ചു, വലിയ ഭീതി സൃഷ്ടിച്ചിട്ടാണ് പോയത്. വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തെ ആളുകൾ. നമ്മളിപ്പോൾ കാണുന്ന ഈ മുകളിലൂടെയൊക്കെയാണ് ആനകൾ ഇറങ്ങി വരുന്നത്. അതുപോലെ ഈ തൊട്ടടുത്ത വീടുണ്ട്, ഈ വീട്ടിന്റെ മുറ്റം വരെ കറങ്ങിയൊക്കെയാണ് ആനകൾ പോകുന്നത്. ആനയെ കണ്ട് വീട്ടുകാർ തന്നെ വീട് കയറി ഒളിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. ഞാന് രാവിലെ ഇപ്പൊ ഇവിടെ വണ്ടിക്ക് ഒരാൾ പോയപ്പം ഇവിടെ നിൽപ്പുണ്ട് ആന. ഉടനെ അന്നേരം പറഞ്ഞു, അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിച്ചു, ഇങ്ങനെ ആന കൊണ്ട് ശ്രദ്ധിച്ച് ഇറങ്ങണം. ഒരു വെളുപ്പിന് 4-4:30 ആയതേ ഉള്ളൂ. ഞാൻ എന്നാ അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഇറങ്ങി, വീടിൻ്റെ വാഴക്കൽ ഇറങ്ങി. ലൈറ്റ് ഇടുമ്പോൾ ഇവിടെ നിൽപ്പുണ്ട് ഈ പച്ചമ്പരത്തേടി ചോട്ടിൽ. ലൈറ്റ് ഇട്ട് ഞാൻ ഇച്ചിരി ഒച്ച വെച്ചു, ഒന്ന് കൂവി ഒച്ച വെച്ചപ്പോഴത്തേനും ആ നേരെ തിരിഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ പിന്നെ പെട്ടെന്ന് കയറി കഥ കടച്ചു കയറിയിരുന്നു. വലിയ പ്രയാസം തന്നെയാണ്. അയ്യോ, ഇതിപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഇവിടെ മാത്രമല്ല, ഇങ്ങനെ ഈ പ്രദേശം വാളത്തോട് എടപ്പുഴ ഇതിപ്പോൾ ഇവിടെയൊക്കെ മിക്കവാറും ദിവസങ്ങളിൽ ഈ റബ്ബറിനകത്തൂടെയൊക്കെ വന്ന് ആന വന്ന് പോകുന്ന. ഇതിപ്പോൾ ഇതിലേ വന്ന് കണ്ടില്ലേ, ഈ പെരയുടെ സൈഡിൽ കൂടെ എല്ലാം വന്ന് അപ്പുറത്തോട് വന്ന് ആ തോടിൻ്റെ അവിടെ വന്നു, എന്നിട്ട് ഇവിടെ വന്ന് ഈ പ്ലാവെ വന്നൊരു ചക്കയൊക്കെ പറിച്ചു തന്നു. അങ്ങനെയാണ് എല്ലാ ഒരു കുറേ ദിവസങ്ങളായി ഇത്. ഇതിൻ്റെ ഈ മലയ്ക്ക് ഒരു ഇവിടുന്ന് കുറച്ചങ്ങ് കയറി കഴിഞ്ഞാൽ ഒരു വലിയ കാടുള്ള സ്ഥലമുണ്ട്. അവിടെ തമ്പടിക്കുകയാണ് പകലും രാത്രിയെല്ലാം. ഫെൻസിങ് ഇട്ട്. അപ്പോൾ അത് ഇന്ന് ആൾക്കാർ വന്ന് ഓടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്നും പറയാൻ പറ്റിയല്ല. ആനയുടെ ശല്യം ഒരു രക്ഷയും. ഇത് ഒത്തിരി കുറേ ദിവസമായി. ആർളം ഫാമിൽ നിന്ന് ഓടിക്കുന്ന ആന മുഴുവൻ വരുന്നത് ഇങ്ങോട്ടാണ്. മെയിൻ പ്രശ്നം അതാ. ആർളം ഫാമിൽ നിന്ന് ഓടിക്കുന്ന ആനകളെല്ലാം ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ വീടിൻ്റെ അടുത്തൂടെ ചെല്ലുന്നുണ്ട്. ഓരോ ഈ പ്ലാവേ ചക്കയൊക്കെ ഉള്ള കാരണം എല്ലാം ഇവിടെ തന്നെയാണ് കൂടുന്നതല്ല. അയ്യങ്കുന്ന് ആർളം പഞ്ചായത്തിൻ്റെ ബോർഡറായിട്ടുള്ളൊരു വാർഡാണ് എടപ്പുഴ. ആ എടപ്പുഴയിൽ കുറച്ച് നാളുകളായിട്ട് വളരെയധികം ആന ശല്യം ചെയ്യുന്നൊരു സാഹചര്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യങ്കുന്ന് പഞ്ചായത്ത് തന്നെ വളരെയധികം മുൻകൈ എടുത്തുകൊണ്ട് തന്നെ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാ മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എടപ്പുഴയുടെ ഒരു മേഖല തന്നെ, എടപ്പുഴ അംബേദ്കർ കോളനി ഉൾപ്പെടുന്ന പ്രദേശം ഏതാണ്ട് ഫെൻസിങ്ങിന്റെ വർക്ക് പൂർത്തിയായി. എങ്കിലും ആർളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വരുന്നൊരു മേഖല, ആർളം പഞ്ചായത്തിനും നീലായി ഉൾപ്പെടുന്ന മേഖലയിലെ പ്രവർത്തനങ്ങൾ ആർളം പഞ്ചായത്തും കൂടെ ചെയ്ത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ എടപ്പുഴയിലേക്ക് ആന ഇറങ്ങുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. കൃഷി ഒത്തിരി നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ജനങ്ങൾ കുറച്ചും കൂടെ സജീവമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇന്ന് 10-25ഓളം പ്രദേശവാസികൾ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം ദ്രുതഗതിയിലാക്കാൻ വേണ്ടി അടിക്കാട് വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കാട് കയറിയിട്ടുണ്ട്. അങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഉൾപ്പെടെ ആ സമയത്ത് ആ പ്രദേശത്ത് എത്തിച്ചേർന്നിരുന്നു. ഏതായാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ ഫെൻസിങ് പ്രവർത്തനം പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ആയി വരുന്നുണ്ട്. ഉരുപ്പുംകുറ്റി ഉൾപ്പെടുന്ന മേഖല, രണ്ടാംകടവ്, അങ്ങനെ കച്ചേരിക്കടവ് ഉൾപ്പെടെ മേഖല വന്നു കഴിയുമ്പോൾ ഈ വന്യമൃഗശല്യം പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. രാത്രിയിൽ ആനയുടെ പ്രശ്നം ഭയങ്കരമാണ്. ഇപ്പം ഇന്നലെ രാത്രി ഞാനൊരു ഓട്ടം പോയിട്ട് ഫോറസ്റ്റുകാരെ കൂട്ടിയിട്ടാണ് പോയത്. രാത്രി 12 മണിക്ക് ഇരട്ടി ആശുപത്രി ഓട്ടം വന്നിട്ട് ഞാൻ ഫോറസ്റ്റുകാരെ കൂട്ടി ടൗണിൽ നിന്ന് അവരെ വിളിച്ചിട്ട് അവർ പടക്കം കൊണ്ട് തന്നത്. ഇപ്പം രാത്രിയിൽ വണ്ടി ഓടണമെങ്കിൽ ഇത് ഈ അവസ്ഥ. ഇതാണ് ഇപ്പം നിലവിലെ അവസ്ഥ. അല്ലാണ്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ആശുപത്രി കേസ് വന്നാൽ ഓടാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഈ കുരിശോല റോഡിൽ ഒരു രാത്രി ഓട്ടം പോകുമ്പോൾ ഫോറസ്റ്റുകാർ എന്നെ അവിടെ വീണ്ടും വാക്ക് കൊണ്ടുപോയിട്ട് ടൗണിൽ നിന്ന് ഞാൻ രാത്രി 2 മണിക്ക് വരുമ്പോൾ അവരെ വിളിച്ചിട്ട് അവർ ഫോറസ്റ്റ് അവരുടെ വീണ്ടും വാക്ക് വരെ കൊണ്ടുപോയിട്ടാണ് തിരിച്ചു വന്നത്. വാളത്തോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആനശല്യം വളരെ രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ നാടിൻ്റെ ഒരു ശാപമായിട്ട് ഈ ആന സ്ഥിരമായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അതുകൊണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടി ഇതിനോട് ബന്ധപ്പെട്ട മന്ത്രിമാരും നാട്ടുകാരും എല്ലാവരും നമ്മോട് സഹകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എല്ലാവരും കുടിയേറ്റക്കാർ എന്ന് ആണ് പറയുന്നത്. ഭൂരിഭാഗം ആൾക്കാരും ഇത് ക്യാഷ് നൽകി വാങ്ങിയ ഭൂമിയാണ്. എല്ലാവരും ഒന്നും കുടിയേറ്റക്കാരൊന്നുമല്ല. കുടിയേറ്റക്കാരാണെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിപ്പോവുകയാണെങ്കിൽ ഇറങ്ങിപ്പോകട്ടെ, അല്ലെങ്കിൽ അവർക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ സ്വത്താണല്ലോ എന്ന് വിചാരിച്ച് ആ രീതിയിൽ പെരുമാറുന്ന നമ്മുടെ രാഷ്ട്രീയക്കാർ എല്ലാവരെയാണ് പറയുന്നത്, ഇതായിട്ടല്ല പറയുന്നത്. അങ്ങനെ ഒരു ഒഴിവാക്കൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയായ ഒരു രീതിയല്ല. കഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് വാങ്ങിയ ഭൂമികളാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ
നമുക്കൊരു ജീവിതമാർഗം ഇല്ലാത്ത സാഹചര്യത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഇത് ഒന്നെങ്കിൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുക്കണം, നമുക്ക് നിശ്ചിതമായ ഒരു വില തന്നിട്ട് നമ്മുടെ ഈ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മളിൽ നിന്നുണ്ടാകും. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോ രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല നമ്മൾ സംസാരിക്കുന്നു. അതിൻ്റെ പേരിൽ നമ്മോട് സഹകരിക്കുക, നമ്മുടെ ഈ ആപത്തിൽ നിന്ന് നമ്മളെ ഈ നാടിനെയും ഈ നാട്ടുകാരെയും രക്ഷിക്കണമെന്ന് നമ്മൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ. എടുത്തു പറയേണ്ടത് ആർളം ഫാമുമായി ബന്ധപ്പെട്ട് ആനയെ ഓടിച്ചുവിടുന്ന ആനകൾ മുഴുവൻ കാട് കയറി വാളത്തോട് എടപ്പുഴ ഭാഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ മുകളിൽ ആനകൾ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആളുകൾ പറയുന്നത്. എടുത്തു പറയേണ്ടത് എല്ലാ ദിവസങ്ങളിലും റോട്ടിലാണ് ആന ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ കണ്ടു, ഓട്ടോ ഡ്രൈവർമാർ അതുപോലെ വാഹനം ഓടിക്കുന്നവരുടെ എല്ലാം കയ്യിൽ പടക്കം കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. കാരണം ആന വരുമ്പോൾ എറിഞ്ഞ് പേടിപ്പിക്കാൻ. വലിയ പ്രയാസത്തിലാണ്, ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് ഇതിലൂടെ ആളുകൾ യാത്ര ചെയ്യുന്നത്. എന്ത് പ്രതിവിധിയാണ് ഇതിന് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്.